അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ലൈബ്രറിയിലൂടെ വെറുതെ നടക്കുമ്പോൾ ഒരു പുസ്തകം കുറച്ച് പുറത്തേക്ക് തള്ളിക്കുന്ന ശ്രദ്ധിച്ചു. ഒരു കൊതുകിനോർത്ത് ഞാനതെടുത്ത് തടുക്കി പേജും തുറന്നു. അപ്പോൾ പ്രമുഖ സ്വാഭാവികനായിട്ടുള്ള ബിലാൽ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ്. ബിലാൽ റളിയല്ലാഹു തൻ്റെ ഈമാൻ സംരക്ഷിക്കാനായിട്ട് തൻ്റെ യജമാനായിട്ടുള്ള ഉമയ്യത്തിൻ്റെ കയ്യിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്ന ക്രൂര പീഡനങ്ങളെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ വിവരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിയോഗിതനായതിൻ്റെ 10 വർഷം ശേഷമാണ് ബിലാൽ റളിയല്ലാഹു ജനിക്കുന്നത്. 580-ൽ മക്കയിൽ അടിമയായിട്ടുള്ള റബാഹ് എന്നവരുടെയും അടിമസ്ഥയായിട്ടുള്ള ഹമാം എന്നവരുടെയും മകനായിട്ടാണ് ബിലാൽ റളിയല്ലാഹുവിൻ്റെ ജനനം. ഉമയ്യത്ത് എന്ന ക്രൂര യജമാനന്റെ അടിമപ്പാളയത്തിൽ ഒരാളായിരുന്ന ബിലാൽ റളിയല്ലാഹുവിനെ ഉമയ്യത്ത് ധാരാളം ജോലികൾ ഏൽപ്പിക്കാറുണ്ട്. മരുഭൂമിയിലൂടെ ദിവസം മുഴുവനും നടന്ന് മരുഭൂമി താണ്ടി ഒട്ടകത്തിൽ മേച്ചു വരുന്ന ബിലാൽ റളിയല്ലാഹുവിനോട് ഒരു നല്ല വാക്ക് പോലും ഉമയ്യത്ത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഒരിക്കൽ തൻ്റെ വിശ്വസ്തനായിട്ടുള്ള അടിമയായിട്ടുള്ള ബിലാൽ റളിയല്ലാഹുവിനെ ഉമയ്യത്ത് സിറിയയിലേക്കുള്ള തൻ്റെ കച്ചവട സംഘത്തിലേക്ക് അയക്കുന്നത്. അങ്ങനെ കച്ചവട സംഘത്തിൻ്റെ കൂടെ പോയ ബിലാൽ റളിയല്ലാഹു അവിടെ വെച്ച് ഖുറൈശിയിലെ ഉന്നത കുലജാതനായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹുവുമായി സൗഹൃദത്തിലാവുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു ഒരു പുരോഹിതനെ കാണാൻ ചെല്ലുന്നത് നമ്മുടെ ബിലാൽ റളിയല്ലാഹു കാണുന്നത്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു ഒരു കൗതുകത്തിനടുത്ത് അബൂബക്കർ റളിയല്ലാഹു കൂടെ കൂടി. അങ്ങനെ പുരോഹിതനടുത്തെത്തിയ അബൂബക്കർ റളിയല്ലാഹു പുരോഹിതനോട് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ കേട്ട് കഴിഞ്ഞ പുരോഹിതൻ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കുടുംബമായിട്ടുള്ള ഖുറൈശി ഗോത്രത്തിൽ ഒരു അവസാന നബി വരാനുണ്ട്. നബി എന്താണ് പ്രവാചകൻ സംശയിച്ചിരുന്ന ഇരുവർക്കും പുരോഹിതൻ കൂടുതൽ വിശദീകരണം നൽകി. അങ്ങനെ യാത്രാ സംഘം മടങ്ങി വന്നു. അങ്ങനെ ബിലാൽ റളിയല്ലാഹു തൻ്റെ സ്വന്തം അടിമപ്പാളയത്തിലേക്ക് തന്നെ മടങ്ങി. അങ്ങനെ അന്ന് രാത്രി ഒരു അടക്കി പിടിച്ച വിളി ബിലാൽ റളിയല്ലാഹു കേൾക്കുകയാണ്. പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിളിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞു, മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, വിശ്വസ്തനാണ്, നമ്മളെന്ന് കേട്ട പ്രവാചകൻ തന്നെയാണെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു ബിലാൽ റളിയല്ലാഹുവിനെ നമ്മുടെ ഇസ്ലാമിൻ്റെ കലിമകൾ ചൊല്ലിക്കൊടുത്തു. ആ സമയം അബൂബക്കർ റളിയല്ലാഹുവിനോട് കൂടെ ബിലാൽ റളിയല്ലാഹു ഇസ്ലാം ആശ്ലേഷിച്ചു. തൻ്റെ ഇസ്ലാം ആശ്ലേഷണം മറച്ചു വെച്ചെങ്കിലും അബൂബക്കർ റളിയല്ലാഹുവുമായി പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോയി കാണുകയുണ്ടായി. അങ്ങനെ അടുത്ത ദിവസം ചന്തയിലേക്ക് പോയ ഉമയ്യത്ത് കേൾക്കുന്നത് മക്കയിൽ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടെന്നും അവൻ എല്ലാ അടിമകളെയും വഴിതെറ്റിപ്പോയുമാണെന്ന ഒരു വാർത്തയാണ്. അങ്ങനെ തൻ്റെ അടിമയായിട്ടുള്ള ബിലാലിന്റെ റബാഹ് റളിയല്ലാഹു അവരുടെ കെണിയിൽ വീണ്ടുപോയിട്ടുണ്ടെന്ന് കേട്ട ഉമയ്യത്ത് വളരെ കോപാകുലനായിട്ട് തൻ്റെ അടിമപ്പാളയത്തിലേക്ക് മടങ്ങി. ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹുവിനോട് പലപല ചോദ്യങ്ങൾ ആവർത്തിച്ചു. ബിലാൽ റളിയല്ലാഹു എല്ലാത്തിനും ഉത്തരം നൽകി. ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ ഏകനായ അല്ലാഹു മാത്രമാണ്. ഉമയ്യത്തിന്റെ ചൂര കരങ്ങളാൽ ബിലാൽ റബാഹ് റളിയല്ലാഹുവിന്റെ മേലിലേക്ക് ചാട്ടവാറടികൾ പണിഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ബിലാൽ റളിയല്ലാഹുവിന്റെ ഈമാൻ എന്നത് അത്ര പെട്ടെന്നൊന്നും മാഞ്ഞുപോകുന്നതായിരുന്നില്ല. അടിച്ച അവശനായിട്ട് അടികൊണ്ട് അവശനായിട്ടുള്ള ബിലാൽ റളിയല്ലാഹു അപ്പോഴും കലിമത്തുൽ തൗഹീദ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് ആവർത്തിച്ച് ഉരുവിട്ടുകൊണ്ടിരുന്നു. ഈമാനിൽ നിന്നും ഇസ്ലാമിൽ നിന്നും നീക്കം ചെയ്യാതെ ഇന്ന് സൂര്യൻ അസ്തമിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ച ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹുവിന്റെ ഈമാൻ കളയാൻ വേണ്ടി ധാരാളം ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ബിലാൽ റളിയല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ മറ്റടിമകളൊക്കെ വിളിച്ചുകൂട്ടി ബിലാൽ റളിയല്ലാഹുവിന്റെ കയ്യിലും കാലിലും ആണിയടിച്ച് പലകയിൽ കാണിച്ചു. അതുപോലെ തന്നെ അങ്ങനെ ഒന്നുകൊണ്ടും ബിലാൽ റളിയല്ലാഹുവിന്റെ അചഞ്ചലമായ ഈമാൻ വിശ്വാസം മാറുന്നില്ലെന്ന് കണ്ട ഉമയ്യത്ത് മരുഭൂമിയിൽ കൊണ്ടുപോയി കുട്ടികൾക്ക് നായയെ പോലെ വലിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. കുട്ടികൾ ബിലാൽ റളിയല്ലാഹുവിന്റെ കഴുത്തിൽ കയറ് കെട്ടി മരുഭൂമിയുടെ മണലാരണ്യത്തിൽ വലിച്ചു നടന്നു. ബിലാൽ റളിയല്ലാഹുവിന്റെ ഈമാനിൽ ഒരൊറ്റ ചഞ്ചലം പോലും ഉണ്ടായിട്ടില്ല. വലിയൊരു പരീക്ഷണം തന്നെ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹുവിനെ പിടിച്ചെടുക്കുകയാണ്. ചുട്ടുകൊള്ളുന്ന മണലിൽ കിടത്തിയിട്ട് ധാരാളം അടിമകൾ വെച്ച് ഒരു വലിയ പാർക്കലെടുത്ത് ബിലാൽ റളിയല്ലാഹുവിന്റെ നെഞ്ചിലേക്ക് കയറ്റി വെച്ചു. ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് ഒരു ഉർദു കവിയുടെ വരികളാണ്. എത്ര മഹോന്നതമായിരുന്നു കവിയുടെ വരികൾ. ഇത്ര വലിയ പീഡനങ്ങൾ കൊണ്ടൊന്നും ബിലാൽ റളിയല്ലാഹുവിന്റെ അചഞ്ചലമായ ഈമാനിൽ ഒരു പോറൽ പോലും നേടിയിരുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും ഈമാൻ ഇതുപോലെയൊക്കെ തന്നെ ആവണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.